എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ലക്കിനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരുടെ ശബ്ദം പതിയെ പതിയെ കേട്ട് തുടങ്ങി. അവനത് കഷ്ടിച്ച് ചെറുതായിട്ട് കേട്ട് അത് എവിടെ നിന്നാണ് കേൾക്കുന്നത് പറ അന്നോട്ടേക്ക് അവൻ വരും. പക്ഷേ അപ്പരായിരിക്കും അവൻ്റെ അമ്മയെ അവൻ കാണുന്നത്. ആയിട്ട് അവൻ്റെ അമ്മ അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, ലേക്ക് മോനെ നീ ഇവിടെ വാ, നീ മറ്റുള്ളവരെ പോലെയല്ല, നീ വ്യത്യസ്തനാ, നിന്നെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല പറയട്ടെ അമ്മ എടുത്തു വരാൻ പറയും. അത് കണ്ട് ലക്ക് പറയും, അതെ എൻ്റെ അമ്മ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത്. എൻ്റെ അമ്മ ഞാൻ എങ്ങനെയായാലും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നത്, എൻ്റെ അമ്മയുടെ മുഖത്ത് ചിരി കാണാൻ വേണ്ടി ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ അമ്മ എടുത്തു ഓടും. പക്ഷെ പെട്ടെന്നായിരിക്കും അവിടെ ചെറിയൊരു ഇടിമിന്നൽ കൊണ്ട് ചെറിയൊരു വെളിച്ചം ഓപ്പണാവും. അതിൽ കൂടെ ലക്കിന് അവൻ്റെ കൂട്ടുകാരുടെ ശബ്ദം നല്ലോണം കേൾക്കാം. ലക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അമ്മയോട് പറയും, അമ്മേ എനിക്ക് പോകേണ്ട സമയമായ അമ്മേ, ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ പറ്റിയാലും എന്നെ കൈവിടാത്ത എൻ്റെ കുറച്ച് കൂട്ടുകാർ, അവരെ എനിക്ക് വിടാൻ പറ്റത്തില്ല അമ്മേ എന്ന് പറഞ്ഞ് അമ്മയോട് പോവാന്ന് പറയിട്ട് ഇത്രക്കാലം അവനെ നോക്കി സ്നേഹിച്ചതിനും അമ്മയ്ക്ക് അവസാനമായിട്ട് നന്ദി പറയിട്ട് അവൻ ആ പോർട്ടലിലേക്ക് ഓടുന്ന വഴിക്ക് അവൻ ബ്ലാക്ക് ബുൾസിലെ എല്ലാവരും അവൻ വന്ന സമയത്ത് അവനോട് പറഞ്ഞ കാര്യമൊക്കെ അവൻ ഓർമ്മ വരും. പെട്ടെന്ന് അവൻ ആ എൽഫിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകും. അപ്പോൾ ആ എൽഫ് പറയും, എൻ്റെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു, എൽഫ്സും മനുഷ്യനും എല്ലാവരും ഒന്നു ചേർന്ന് ഒരുമിച്ച് ജീവിക്കണമെന്ന്. പക്ഷെ അത് നടന്നില്ല എന്ന് പറഞ്ഞ് റീഇൻകാർണേഷൻ സ്പെൽ അവിടെ കൊണ്ട് ബ്രേക്ക് ആവും. ലക്കാണെങ്കിൽ അവൻ്റെ ബോഡിയിലേക്ക് തിരിച്ച് കൺട്രോൾ എടുക്കുകയും ചെയ്യും. അതിന് ശേഷം നമ്മുടെ ലക്ക് കരയാൻ തുടങ്ങും. ഞാനിപ്പോഴും ഒരു ബ്ലാക്ക് ബുള്ളാണോ എന്ന് പറഞ്ഞിട്ട് അവനെ എങ്ങനെ അടിച്ച് നല്ലവണ്ണം കരയാൻ തുടങ്ങും. അത് കേട്ട് മാഗ്ന പെട്ടെന്ന് തന്നെ എടുത്തു പറയും, അതെ നീ ഒരു ബ്ലാക്ക് ബുള്ളായിപ്പോഴും വേണമെന്നല്ല, ഇനി എന്നും നീ ഒരു ബ്ലാക്ക് ബുള്ളായിരിക്കും, ഞങ്ങളുടെ എല്ലാം സഹോദരനും. കേട്ട് സന്തോഷമായി നമ്മുടെ ലക്ക് എന്ത് ചെയ്യും, നമ്മുടെ മാഗ്മയ്ക്ക് ഒരു ചവിട്ട് വെച്ച് കൊടുത്ത് പറയും, താങ്ക്സ് ഡാ മച്ചാന്ന് പറയും. എന്നിട്ട് എല്ലാവരോടും ഒരു തവണ പറയും, ശരിക്കും നിങ്ങൾ എന്നെ വിട്ടുകൊടുക്കാതെ എന്നെ തിരിച്ചു കൊണ്ടുവന്നേരും എല്ലാവരോടും ഞാൻ മനസ്സ് പറഞ്ഞ് താങ്ക്സ് പറയുന്നു, ഞാൻ ചെയ്ത എല്ലാവരും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൻ ഒന്നുകൂടെ അവരോട് എല്ലാവരും സോറി പറയും. പക്ഷെ അതിന് ശേഷം അവനെ ചുറ്റും നോക്കി വേണം മനസ്സിലാവുന്നേ, ഓ ഇതെല്ലാം ഞാൻ ചെയ്തതല്ലേ, ഞാൻ ആരെയും ഉപദ്രവിച്ചില്ലല്ലോ അല്ലേ, ഇതൊക്കെ പറ്റിയെങ്കിലും അതിനെ സാറേ ആർക്കൊന്നും പറ്റിയില്ലടാ, എൻ്റെ മാജിക് എബിലിറ്റീസ് കൊണ്ട് എല്ലാം രക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയും. പിന്നെ അതിന് ശേഷം നമ്മുടെ മാഗ്മയും ലക്കൂടെ വീണ്ടും ഫൈറ്റ് ആവും. എന്നിട്ട് പറയും, നീ കണ്ടോടാ എന്തൊക്കെ തീബോൾ കണ്ടോ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചൊറിഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ മാഗ്മയിലും. പക്ഷേ അവൻ്റെ മാജിക്കൽ പവർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മാന എന്ന് പറഞ്ഞാൽ ആ എനർജി തീരും. അതുകൊണ്ട് ലക്ക് ചിരിക്കുകയും ചെയ്യും, ആടെ കണ്ട്രാന്ന് പറയും. പക്ഷേ പെട്ടെന്നായിരിക്കും നമ്മുടെ വെനൻസിയും നമ്മുടെ മാഗ്മയും കൂടെ ആസ്ത എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആസ്ത വിളിച്ചാൽ എന്താ ചോദിക്കും, പറയും നിൻ്റെ ഇരിക്കുന്ന വാളെന്താടാ, ഇതേതാടാ ഈ വാള്, ഇപ്പം തന്നെ ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണം. സീനിയേഴ്സ് ഇരിക്കുമ്പോൾ അവൻ്റെ ഓരോ കള്ളത്തരം, പുതിയൊരു സാധനം കിട്ടിയിട്ട് അവൻ പറഞ്ഞില്ല ഇതുവരെ കാണാൻ എന്ന് പറയും. അതിന് ആസ്ത പറയും, എനിക്കിത് ഇപ്പം കിട്ടിയതേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് അധികമൊന്നും എനിക്ക് അറിയത്തില്ല. യൂണോ പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ എൻ്റെ ഇതിന് മുമ്പിരുന്ന വാളിന് ഒരു സ്പെല്ല് ബ്രേക്ക് ചെയ്യാനാണ് പറ്റുന്നതെങ്കിൽ ഇതിന് സ്പെല്ല് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ ഒരു സ്പെല്ല് ഉണ്ടാക്കിയതായിട്ടേ ഇല്ലാത്ത രീതിയിൽ ആക്കി കളയാൻ പറ്റും. അതാണ് ഈ ഒരു വാളിൻ്റെ പവർ എന്നാണ് ഞാൻ വയ്ക്കുന്നത്. പിന്നെ ഞാൻ ഒന്നുകൂടെ ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലക്കിനെ ചെയ്ത പോലെ തന്നെ ഈ റീഇൻകാർണേഷൻ സ്പെല്ലൊക്കെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അവരെല്ലാവരും മനുഷ്യരാക്കാൻ പറ്റും. അവരെ എല്ലാവരെയും എന്ന് വെച്ചാൽ നീ ഉദ്ദേശിച്ചേ ലക്ക് മാത്രമല്ല ഇങ്ങനെ ആയിട്ടുള്ളത്. ഏകദേശം ക്ലവർ കിൻഡത്തിലെ പകുതി ആൾക്കാരും പിന്നെ റിച്ചിൻ്റെ ആർമിയിലെ ആൾക്കാരും എല്ലാവരും ഏകദേശം എൽഫായി മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സിറ്റിയിൽ നമ്മുടെ മെയിൻ ടൗണിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വിളിച്ചേക്കുക, എല്ലാവരും അവിടെ ചെല്ലണോ പറഞ്ഞേക്കുക. അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ബുൾസിന് പെട്ടെന്ന് അവിടെ ചെന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. ബ്ലാക്ക് ബുൾസിന് അവിടെ പോകണമെങ്കിൽ അവർക്ക് ആദ്യം അവരുടെ ബേസിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരെയും വിളിക്കണം. അങ്ങനെ ബേസിൻ്റെ അടുത്തേക്ക് പറന്നു പോകാനുള്ള എബിലിറ്റിയോ ഇല്ലെങ്കിൽ മോനോ ഇനി അവരുടെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ലക്ക് പറയും, അത് കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട, ഞാനിപ്പോൾ ഇവിടെ ഇരിപ്പില്ലേ, എൻ്റെ പവറെല്ലാം സെറ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് വെനേസയുടെ ത്രെഡെല്ലാം അവരുടെ നേരെ കെട്ടി വെച്ചിട്ട് ബലൂണിനെ പോലെ അവരെ വെച്ചിട്ട് നമ്മുടെ ലക്ക് പാറകും. ആയിട്ട് പറയും, എൻ്റെ ബോഡി ആ എൽഫുണ്ടല്ലോ അവൻ്റെ സ്പെൽസ് എല്ലാം നല്ല രീതിയിൽ ഓർത്ത് വെക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അവൻ്റെ പവേഴ്സും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് സ്ട്രോങ് ആയി മാഗ്മ എന്നും പറയും. അങ്ങനെ അവർ ബേസിനടുത്തെത്തും. ബേസിനവിടെ എത്തുമ്പോഴോ അവിടെ എല്ലാവരും തടിഞ്ഞ് പൊടിഞ്ഞ് എല്ലാം അങ്ങോട്ടും പോയി കിടക്കും. പിന്നെ ആ ബീസ്റ്റിലുണ്ടല്ലോ ആഹാരം കൊടുക്കുന്നത്, ആ ബീസ്റ്റിൽ വന്നിട്ട് നമ്മുടെ ആസ്തയുടെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് പറയണം. ആസ്തയ്ക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ അതെല്ലാം ആസ്തയ്ക്ക് മനസ്സിലാവും. അവന് സർവ്വകലാ വല്ലഭൻ തന്നെ.
അതിനുശേഷം ആസ്ത ബാക്കിയുള്ള ബ്ലാക്ക് ബുൾസിൻ്റെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോകും. അവരുടെ അടുത്ത് പോകുമ്പോഴോ അവരെല്ലാവരും ആസ്തയെ കണ്ടിട്ടും പിന്നെ ബാക്കിയുള്ളവരെ കണ്ടതിനും ഒരു സന്തോഷത്തിൽ നിൽക്കും. പെട്ടെന്ന് നമ്മുടെ മാഗ്മ ഹെൻറിയെ കണ്ടിട്ട് ഹെൻറി അടുത്തേക്ക് പോകും. പക്ഷേ ഹെൻറി ആരാന്നുള്ളത് അവൻ അറിയത്തില്ല. ഹെൻറിയുടെ ഡിസീസ് കാരണം പെട്ടെന്ന് മാഗ്മയുടെ ബാക്കിയുള്ള മോനെയും കൂടെ ഹെൻറി വലിച്ചെടുക്കും. ആയിട്ട് നമ്മൾ ആസ്തയുടെ അടുത്ത് പറയും, ഓ ഇത് ഹെൻറി, നിങ്ങൾക്കാർക്കും ഇവനെ അറിയത്തില്ലേ? ഞാൻ ആദ്യമായിട്ട് ഇവനെ കാണുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഒരിക്കൽ അവിടെ എല്ലാം തൂത്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാം ഇവൻ്റെ റൂമിൽ ചെന്ന് പറ്റി. എൻ്റെ പിന്നെ മോനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മാജിക്കൽ എനർജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവൻ്റെ അടുത്ത് നിൽക്കുകയും ഇവനോട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് നേരത്തെ അറിയാമെന്ന്. അപ്പോൾ വെനേസ് ചോദിക്കും, നീ അല്ലാതെ ഇനിയും ബ്ലാക്ക് ബുള്ളിൻ്റെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതേപോലെ വീട്ടിൽ കഴിയുന്നത്? അപ്പം അവൻ പറയും, ഇപ്പം ആരുമില്ല. അതിനുശേഷം നമ്മുടെ ഗോയും പിന്നെ വേറെ പെണ്ണൊക്കെ ഉണ്ടല്ലോ അവിടെ, അവരെല്ലാവരും കൂടെ ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പക്ഷെ ആർക്കൊന്നും മനസ്സിലായി ഇവരെന്താ പറഞ്ഞത്. ഇവിടുത്തെ പതിയെ പറയും ഇങ്ങനെ പറയും. മറ്റേ പെങ്കൊച്ചാണെങ്കിലോ ഇങ്ങനെ പറയും. ഇതാണെങ്കിൽ വെനേസയ്ക്കും മാഗ്മയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ആസ്തി ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മുടെ വെനേസയ്ക്കും മാഗ്മയ്ക്കും ലെക്കിനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇത് കേട്ടവർ പറയും, നിനക്കിതൊക്കെ എങ്ങനെയാണോ മനസ്സിലാവുന്നത്? ഇവിടുത്തെ പട്ടി തൊട്ട് ചെടി വരെയുള്ള എല്ലാത്തിൻ്റെയും സംസാരം നിനക്കറിയാം എന്നോടാന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഇവനുണ്ടല്ലോ ഗോസ്, അവനെ പിടിച്ചോണ്ട് പോയെന്നുള്ള കാര്യം പറയും. ഈ എൽഫ് റീഇൻകാർണേഷൻ മാജിക് കാണും, അവനും എൽഫായിട്ടുള്ള കാര്യം നമ്മുടെ വെനേസിയ മാഗ്മയിലേക്കും ആസ്തയെ പറയും. അതുകൊണ്ട് ഗോസിനെ രക്ഷിക്കാൻ വേണ്ടി അതുകൊണ്ട് പോകാമെന്ന് തീരുമാനിക്കും അവരെല്ലാവരും. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ, നമ്മുടെ ആട്ടിൻകുട്ടി ചാർമി. അതെ, പെട്ടെന്ന് അവിടെ ഭൂമി വിളിക്കാൻ തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് വലിയൊരു ആർമി വരുന്ന ഒരു ഫീൽ വരാൻ തുടങ്ങി. അവർ തന്നെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. മറ്റേ ബാഹുബലിക്ക് അത് സീൻ്റെ കൂട്ട് പെട്ടെന്ന് അവിടെ നിന്നൊരു ആർമി ഇങ്ങോട്ട് വരുന്നു. അടുക്ക് ഒരു പെങ്കൊച്ച് അവിടെ ചുറ്റും സൂപ്പർ സാൻഡ് കൂട്ട് ഓരോന്നൊക്കെ വരുന്നു. അവളുടെ മുഖത്താണെങ്കിൽ എന്തോ ഒരു വര. എല്ലാവർക്കും മനസ്സിലായി ചാർമി എൽഫായിട്ട് മാറിയെന്ന്. പെട്ടെന്ന് ചാർമി ഫ്രണ്ടിലേക്ക് വെട്ടപിടിക്കും. ആരാടാ എൻ്റെ തക്കാളിത്തോട്ടം നശിപ്പിച്ചേ? അവരെ ഞാൻ തക്കാളി അരിയുന്ന പോലെ അരിവാടാ, കിജി കിജാന്ന് പറഞ്ഞിട്ട് അരിയെന്ന് പറയും. അത് കേട്ടാറേ, അവളെ എൽഫായാലും ഇങ്ങനെയാണോ? അറേ, ഞാൻ അങ്ങോട്ട് പോയി നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ വേണ്ടി ഞാൻ ആ കാട്ടിലേക്ക് പച്ചക്കറി പറിക്കാൻ പോയ സമയം കൊണ്ട് ആരാടാ എൻ്റെ തോട്ടം? ഇല്ല, ആരാടാ ഇത് ഏതേ എന്ന് പറയാൻ ആസ്തയോട് ചോദിക്കും. ആസ്തറി, ഇത് IF മിഡ്നൈറ്റ്, സത്യം ഇവിടെ മിഡ്നൈറ്റാ. ഓ വാ, എന്നാൽ അവരെ അങ്ങ് തട്ടേക്കാം, ഇനി അവർ വേണ്ട എന്ന് പറയും. ഈ കാണുന്ന സോസ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് മുഖത്ത് സോസാന്നുള്ള കാര്യം പറയും. ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് മാഗ്മയ്ക്കും വെനേസയ്ക്കും സമാധാനമാവുന്നത്. അതിനുശേഷം അവൾ പറയും, വാ നമുക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാം. എടി, നിനക്ക് ഈ സമയത്ത് ആഹാരം കഴിക്കണോ? സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കുക. നീ തൻ്റെ ആഹാരത്തിനെ കുറിച്ച് കളിയാക്കണോ വെനേസ? എന്നിട്ട് നമ്മുടെ ചാർമി അവൻ്റെ കുട്ടിക്കളി സ്വഭാവത്തിൽ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് എല്ലാവരും സീരിയസ് ആയിട്ട് വെക്കും. ഒറ്റത്തവണയും കൂടെ ഞാൻ പറയും, മര്യാദയ്ക്ക് ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ച് കഴിഞ്ഞിനും വേണമെന്ന് പറയില്ലേ എന്ന് പറയും. അങ്ങനെ ഇവർ പതിയെ ആഹാരം എന്നിട്ട് കഴിച്ചു നോക്കും. കഴിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നേ, ചാർമി എപ്പോഴും ഈ ആഹാരം കഴിക്കുന്നതിന് കാണണമെന്ന് വെച്ചാൽ അവളുടെ മാജിക്ക് എപ്പോഴും കൺസ്യൂം ആവും. ഈ ശരിക്കും പറഞ്ഞാൽ ഇവളുടെ കഴിക്കുന്ന ആഹാരമല്ല എവിടെ പോകുന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഇവളീ കഴിക്കുന്ന ആഹാരമാണ് ഇവളുടെ ഏകദേശം ഇവളുടെ മോനായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവൾക്ക് അധികം വണ്ണമൊന്നും തോന്നാത്തത്. ഇവളുടെ മാജിക് സ്പെൽസ് എല്ലാം ഒത്തിരി മാജിക്ക് മോനെ ഇവളുടെ നിന്ന് പോകുന്നുണ്ട്. അതാണ് ഇവൾ ഇത്രയും തിന്നുന്നത്. ഇവളുടെ മാജിക്കൽ എബിലിറ്റീസ് വെച്ച് ഉണ്ടാക്കുന്ന ഈ ആഹാരത്തിന് മോനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പവറുണ്ട്. വേറെ ഭാഷ പറയുകയാണെങ്കിൽ ഇവൾ ബ്ലാക്ക് ബുള്ളിൻ്റെ സപ്പോർട്ടീവ് ക്യാരക്ടറാണ്, ബഫ് വരുന്നൊരു ക്യാരക്ടറാണ്. അത് കഴിച്ചതിന് ശേഷം എന്തുവാ പറയുക, എല്ലാവരുടെ നേരത്ത് കിജാന്ന് പറഞ്ഞാൽ മസിലൊക്കെ കയറി വന്നേ. മോനെ കയറി വന്നേ. ആസ്തയുടെ നേരത്ത് മസിൽ കയറി വന്നേ. ആസ്തയ്ക്ക് എന്തുവാ മാജിക്കൽ പവർ ഒന്നും കയറുന്നതായിട്ട് അറിയുന്നില്ലെങ്കിലും അവൻ്റെ ശരീരം എല്ലാം ഒന്ന് പവർ ആവുന്നതായിട്ട് അവന് ഫീൽ ആവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹെൻറി പറയാൻ തുടങ്ങും, ഈ ബ്ലാക്ക് ബുള്ളിനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളത്, എനിക്കറിയാവുന്ന എൻ്റെ ഈ ബ്ലാക്ക് ബുൾ അവസാനം എനിക്കും അവരോടൊത്ത് അവരുടെ സന്തോഷം പങ്കിടാൻ സമയം എനിക്കും കിട്ടി, ഒരു ചാൻസ് എനിക്കും കിട്ടി എന്ന് ഓർത്ത് ഇവനെ സന്തോഷിക്കും. എന്നിട്ട് നമ്മുടെ ഹെൻറി അവൻ്റെ സ്പെല്ല് യൂസ് ചെയ്ത് നമ്മുടെ ബ്ലാക്ക് ബുള്ളിൻ്റെ ഹൗസ് വീണ്ടും പഴയ പോലെ ആക്കും.
എന്നിട്ട് അതിനകത്തേക്ക് എല്ലാവരും കയറിയിട്ട് ആ ബ്ലാക്ക് ബുള്ളിൻ്റെ ഹൗസിനെ ഒരു ബ്ലാക്ക് ബുള്ളാക്കിയിട്ട് അവരെല്ലാവരും കൂടെ സ്ട്രെയിറ്റ് ക്ലവർ കിണ്ടത്തിലേക്ക് വിടും, അവിടുത്തെ എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി. അത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് തന്നെ കാര്യമാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ട്, എൻ്റെ പൊന്നോ എന്തോ സപ്പോർട്ട്. ശരിക്കും ഇത് എനിക്ക് എക്സാം ആയിട്ട് വീട്ടിൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, എന്നിട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ഫോൺ എടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഇടുന്നത്. അത് നിങ്ങളെല്ലാം തരുന്ന ഈ സപ്പോർട്ട് കൊണ്ട് മാത്രം. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ലെവലാണ്. എൻ്റെ പൊന്നോ. പിന്നെ കുറേ പേരോട് ചോദിച്ചു ഫൈറ്റ് സീൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന്. ഫൈറ്റ് സീൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫൈറ്റ് സീനാണ് ഒരു ആനിമയിൽ ഏറ്റവും, അല്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ ഏറ്റവും അടിപൊളി സീൻ, ഏറ്റവും നല്ലോണം ചെയ്യുന്നത്. ആ ഏറ്റവും നല്ലോണം ചെയ്യുന്ന സീൻ ഞാൻ ഇതേപോലെ തന്നെ സ്ലോ മോഷൻ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുമോ? അടുത്ത് അവൻ ഡോഡ്ജ് ചെയ്തു, അവൻ ഇന്നോട്ടേക്ക് നീങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം കിട്ടുമോ? അതിന് പകരം അതിന് ചെറിയൊരു എഡിറ്റായിട്ട് ഞാൻ ചെയ്തിടുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏകദേശം ഇച്ചിരി മനസ്സിലാവുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ അറ്റാക്കിൻ്റെ പേരും, പിന്നെ ഇപ്പോൾ ആസ്ത എന്ന് പറഞ്ഞ് വിളിക്കുന്നതോ, പിന്നെ ആസ്ത അവനെ പിടി അങ്ങനെയൊക്കെ പറഞ്ഞാൽ, അങ്ങനെ ചെറിയ ആസ്ത അവനെ ഇടിക്കുന്നതൊക്കെ പറഞ്ഞാൽ കൊച്ചു ഇതൊക്കെയുള്ളൂ. അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ആനിമയും എക്സ്പ്ലനേഷൻ തമ്മിലുള്ള മെയിൻ വിഷയം ഇതാ. എക്സ്പ്ലനേഷൻ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരുത്തം പറയുന്നത് എങ്ങനെ കേൾക്കേണ്ടി വരും. അതിന് പകരം നിങ്ങൾക്ക് ഈ ഫുൾ ആനിമ ഒന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തരുക എൻ്റെ എക്സ്പ്ലനേഷൻ വഴി. അതിലാണ് നിങ്ങൾക്ക് ഞാൻ ഫൈറ്റ് സീനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി, സാധാ ആൾക്കാർ റൂട്ട് ചെയ്ത് തന്നാൽ മതി, വെറൈറ്റി ഒന്നും വേണ്ട എന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു തരാം. ഓക്കെ, നിങ്ങൾ കുറേ പേര് ചോദിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത് കേട്ടോ. പിന്നെ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഒരു ദിവസം കൊണ്ട് 350 സബ്സ്ക്രൈബേഴ്സ്. ബ്ലാക്ക് ക്ലവറിൻ്റെ പവർ ഞാൻ ഉള്ളവരും പറയും. ഇങ്ങനെ സപ്പോർട്ട് വരുന്നതെങ്കിൽ എല്ലാ സീസണും ഞാൻ ചെയ്യും. ഇനിയും ഈ സീസൺ തീർന്നോ, ഞാൻ അടുത്ത മാങ്കി എടുത്ത് ഞാൻ ബ്ലാക്ക് ക്ലവറിൻ്റെ ചെയ്യാം, ഇത്ര സപ്പോർട്ട് കിട്ടുമെങ്കിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുക, മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫോണിലും എടുത്ത് സബും ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്തിട്ട് കൂട്ടുകാർക്ക് ചവറാണ് കേട്ടോ, കൂട്ടുകാർക്ക് റീല് സെൻഡ് ചെയ്ത പോലെ എൻ്റെ വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തേക്ക് ഈ എക്സ്പ്ലനേഷൻ്റെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമായിട്ട് സ്ഥിരമായിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക. ആൻഡ് ഓരോ ഇത് കഴിയുമ്പോഴും ഞാൻ ഓരോതായിട്ട് റെഡിയാക്കി വരാം. ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലെയിനറൊന്നും അല്ല, കുറേ തെറ്റുകളുണ്ട്. നിങ്ങൾ പറഞ്ഞിരുന്ന പോലെ ശരിയാക്കി വരാം. പിന്നെ എൻ്റെ തമ്പനയിൽ കൊള്ളത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അത് എനിക്കറിയില്ല ഞാനത് എങ്ങനെ ശരിയാക്കണം. എനിക്ക് തമ്പനയിലുണ്ടെങ്കിൽ സ്കില്ല് ഭയങ്കര കുറവാണ്. അത് ഹെൽപ്പ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ പറയണേ, അത് വലിയൊരു ഹെൽപ്പായത്.